റിപ്പോർട്ടർമാരോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളും വരുന്നുണ്ട്. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഓരോ വീടുകളിലും അയോധ്യയായി മാറുകയാണ് എന്നുള്ളതാണ് വിവിധ രാധാകൃഷ്ണൻ വൈകുണ്ഠൻ എന്ന പ്രേക്ഷകൻ സൂചിപ്പിച്ചിട്ടുള്ളൂ. അപ്പം ഈ ശബരിമല തീർത്ഥാടന കാലം കഴിയുമ്പോൾ എല്ലാവരും അയോധ്യയിലേക്ക് ഉറ്റുനോക്കുന്നു എന്നുള്ള കമന്റുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. തീർത്ഥാടന കാലം, ശബരിമല തീർത്ഥാടന കാലം അവസാനിച്ചതോടുകൂടി എല്ലാവരും അയോധ്യയിലേക്ക് കൂടി ഉറ്റുനോക്കുകയാണ്. അത്തരത്തിൽ പ്രേക്ഷകർ അയോധ്യയിൽ നിന്നുള്ള വാർത്തകളും വിവരണങ്ങളും കൂടുതലായി ശ്രദ്ധിക്കുന്നു, അത് ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ കൂടി സന്തോഷം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ജനം ടിവിയിലൂടെ തന്നെ അയോധ്യയിലെ ഈ മഹാക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠ കാണുക. കാരണം ഈ ക്ഷേത്രത്തിന്റെ ഭൂമി പൂജ 2020 ഓഗസ്റ്റ് മാസം 5-ാം തീയതി നടക്കുമ്പോൾ അന്ന് കേരളത്തിലെ പ്രേക്ഷകർ തെരഞ്ഞെടുത്ത ചാനൽ ജനം ടി വി തന്നെയായിരുന്നു. അന്ന് ഭൂമി പൂജ ഏറ്റവും അധികം മലയാളികൾ കണ്ടത്, പ്രൈം ടൈമിൽ 1-ാം സ്ഥാനത്ത് ജിഷ്ണു അഭിമാനത്തോടുകൂടി നമുക്ക് പറയാം, അന്ന് ജനം ടി വി ആയിരുന്നു. തീർച്ചയായിട്ടും ഭൂമി പൂജ കഴിഞ്ഞു, ക്ഷേത്രത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായി. ആ നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ ജനം ടി വി ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേറ്റ്സും പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് അയോധ്യയിൽ നിന്ന് തന്നെ എത്തിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ ഈ മഹാക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ 500 വർഷങ്ങൾക്കപ്പുറം രാംലല്ല തിരിച്ച് ആ പുണ്യഭൂമിയിലേക്ക് എത്തുന്ന മഹത്തായ ചടങ്ങ് ഭാരതത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ എല്ലാ പ്രേക്ഷകരും ജനം ടി വിക്കൊപ്പം തന്നെ നിൽക്കണം എന്ന അഭ്യർത്ഥനയോടുകൂടി ജിഷ്ണുവിന് എന്താണ്? മറ്റൊരു പ്രേക്ഷകൻ ചോദിക്കുന്നത് നാളെ എപ്പോഴാണ് ചടങ്ങുകൾ ആരംഭിക്കുക എന്നുള്ളതാണ് ലക്ഷ്മി ചോദിച്ചിട്ടുള്ളത്. അതായത് പ്രാണപ്രതിഷ്ഠയുടെ ചടങ്ങായി സമയം തീരുമാനിച്ചിട്ടുള്ളത് 12:20 അതെ 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 അതുമായി ബന്ധപ്പെട്ട പൂജകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രധാനമന്ത്രി രാവിലെ 9:52 നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള സമയം അല്ലേ വിഷ്ണു? ആ സമയത്ത് അയോധ്യയിലേക്ക് എത്തും. അദ്ദേഹം വിമാനമാർഗമാണ് അയോധ്യയിലേക്ക് എത്തുക. പുതിയ വിമാനത്താവളം പ്രേക്ഷകർക്കറിയാം, മഹാഋഷി വാൽമീകിയുടെ പേരിൽ അന്താരാഷ്ട്ര വിമാനത്താവളം അയോധ്യയിൽ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെയാണ് രാഷ്ട്രത്തിന്റെ പ്രധാന സേവകൻ പറന്നിറങ്ങുക. അതിനുശേഷം അദ്ദേഹം അയോധ്യയിലെ രാമജന്മഭൂമിയിലും ഹനുമാൻഗഡി ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ അദ്ദേഹം ദർശനം നടത്തും. അതിനുശേഷം ഏതാണ്ട് 11:30 പ്രധാനമന്ത്രി രാമജന്മഭൂമിയിലേക്ക് എത്തും. ഉച്ചതിരിഞ്ഞ് അദ്ദേഹം പൊതുപരിപാടിയിൽ സംസാരിക്കുന്നുണ്ട്. അയോധ്യയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ നിന്ന് സംസാരിക്കുന്നു. തീർച്ചയായും ആ ഒരു സമയത്ത് പ്രധാന സേവകന്റെ വാക്കുകൾ എന്തായിരിക്കും, ഭാരതീയരോടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതിന് കാതോർക്കുകൂടിയാണ് ഒരു രാജ്യം മുഴുവൻ. കാരണം ഈ ഒരു രാമക്ഷേത്രം നിർമ്മിക്കുന്നത് അതിന്റെ പ്രക്ഷോഭ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ 2 രഥയാത്രകൾ നമുക്ക് മുൻപിൽ ഓർമ്മകളായുണ്ട്. അതിൽ അദ്വാനിജിയുടെ രഥയാത്രയ്ക്ക് ചുക്കാൻ പിടിച്ച വ്യക്തിത്വം കൂടിയാണ് നരേന്ദ്രമോദി എന്ന ഇന്നത്തെ പ്രധാനമന്ത്രി. അദ്ദേഹം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുഖ്യ നേതൃത്വം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് സാക്ഷ്യം വഹിച്ചൊരു യജമാനന്റെ രൂപത്തിൽ അയോധ്യയിൽ നിന്ന് ആ ഒരു ചടങ്ങിന് ശേഷം എത്രത്തോളം വൈകാരികമായിട്ടായിരിക്കും ഭാരതീയരോട് സംസാരിക്കുക എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയാണ്. അതിന്റെ തത്സമയമായ സംരക്ഷണവും ജനം ടി വിയിൽ ഉണ്ടാകും. എന്തായാലും അയോധ്യ രാമജന്മഭൂമിയുടെ ചരിത്രം കൃത്യമായി വിശദീകരിക്കുന്ന ഒരു പ്രസംഗമായിരിക്കും ജിഷ്ണു. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിരവധി സവിശേഷതകളുള്ള ഒരു വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരു രക്ഷയുമില്ല. ഭാരതത്തിന്റെ ചരിത്രം ഇങ്ങനെ കീറി മുറിച്ച് അടയാളപ്പെടുത്തി പോകുന്ന പ്രസംഗമാണ്. ഏത് സന്ദർഭത്തിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായി പഠിച്ചുകൊണ്ട് ജനങ്ങൾ എപ്പോഴും കയ്യിലെടുക്കാൻ സാധിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഭാരതത്തിൽ മുൻപിരുന്ന ഒരു പ്രധാനമന്ത്രിമാരും ഇത്രയും വലിയ പ്രാസംഗികനാണ്. അടൽജി ഉണ്ട്, അദ്ദേഹം കവിയുമൊക്കെയാണ്. പക്ഷെ വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് നരേന്ദ്രമോദിജിയുടെ പ്രസംഗം തന്നെയാണ് കൂടുതൽ ഇഷ്ടം. നമുക്ക് കേരളത്തിൽ നിന്ന് മറ്റ് റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. അത് വളരെ വേഗം പരിശോധിച്ചതിന് ശേഷം അയോധ്യയിലെ വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ കൂടി പോകുന്നത്. നമുക്ക്